എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 44-ാം ദശകത്തിലെ അവസാന ശ്ലോകം, അതായത് 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഗർഗേധ നിർഗതേസ്മിന്നന്ദിതനന്ദാദിനന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുൾപുരാധീശ. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗർഗേ അധ നിർഗതേ അസ്മിൻ. അനന്തരം ഗർഗമുനി മടങ്ങിപ്പോയ ശേഷം നന്ദിത സന്തുഷ്ടരായ. അരസന്തുഷ്ടരായേ നന്ദാദി നന്ദഗോപാദികൾ. നന്ദ്യമാന വാത്സല്യത്തോടെ ഓമനിക്കാൻ തുടങ്ങി. ആരെ? ത്വം അങ്ങയെ, ഉണ്ണിക്കണ്ണനെ. മദ്ഗതം എൻ്റെ രോഗങ്ങളെ. നിർഗമയ മാറ്റിത്തരേണമേ. ഇങ്ങനെയുള്ള ഗുരുവായൂരപ്പനോടാ പറയുന്നത്. ഉദ്ഗത കരുണ ഉള്ളിൽ നിറയെ കരുണയുള്ള ശ്രീമരുൾപുരാധീശ ഹേ ഗുരുവായൂർപുരേശ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അനന്തരം ഗർഗമുനി മടങ്ങിപ്പോകുകയും ആനന്ദപുളകിതരായ നന്ദപ്രഭൃതികൾ പൂർവാധികം വാത്സല്യത്തോടെ അങ്ങയെ ലാളിക്കാൻ തുടങ്ങുകയും ചെയ്തു. കൃപാനിർഭരമായ മനസ്സോടുകൂടിയ ഗുരുവായൂർപുരേശ, എൻ്റെ വ്യാധികളെ മാറ്റിത്തരേണമേ. 44-ാം ദശകവും എൻ്റെ അസുഖങ്ങളെ, വ്യാധികളെ മാറ്റിത്തരേണമേ എന്ന പ്രാർത്ഥനയോടെ ഗുരുവായൂരപ്പൻ്റെ കാൽക്കീഴിൽ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഭട്ടേരിപ്പാട്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ.